ഈ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുന്നതിൽ PB എതിർസ്വരങ്ങൾ ഉയർത്തുന്നു. അതോ ഐകകണ്ഠേനുള്ള തീരുമാനമാണ്? ഇത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമാണ്. PB അംഗം കൂടിയാണ് സഖാവ് പിണറായി വിജയൻ എന്നുള്ളത് കൊണ്ട് PBയുടെ കൂടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് തീരുമാനിക്കുന്നത്. ഇക്കാര്യം PBയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ PB സഖാവ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിട്ട് തെരഞ്ഞെടുക്കണമെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഖാവ് പിണറായി വിജയന്റെ അല്ല അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണ്ടല്ലോ. പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചതാണ്, അത് തീരുമാനമാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ചർച്ചയാണ് നടന്നത്. വിശദമായ ചർച്ച ജൂലൈ മധ്യത്തിൽ നടക്കും. അതിനുശേഷം നിങ്ങളെ കാണാൻ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ആ വിഷയത്തെക്കുറിച്ച് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കാനുള്ള സെക്രട്ടറിയുടെ അഭിപ്രായത്തിന് അംഗീകാരം കൊടുത്ത കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് മാറ്റം വരുമോ എന്നൊക്കെ എന്തിനാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ഇപ്പോൾ ചോദിക്കുന്നത്? നല്ല ഊർജ്ജസ്വലനായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം നിർവഹിക്കുകയല്ലോ. അല്ല, നിങ്ങൾ വിമർശനം ഉണ്ടായെന്നുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു തരുന്നതാണ്. പാർട്ടി കമ്മിറ്റി നടന്നത് എന്താണെന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കണം. അല്ല, അവിടെ നമുക്കറിയാൻ കഴിയും എന്താണെന്നുള്ളത്. അപ്പം ഇങ്ങനെ നടന്നുവെന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിവരമില്ലാതെ ഞാൻ ഒരു മറുപടി പറയരുതല്ലോ. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ വിവരമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വളരെ നന്ദി എല്ലാവർക്കും. താങ്ക് യു.